രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയതാ. ഇതിപ്പോ 5ാമത്തെ ചായ കുടിക്കണേ. ലാപ്ടോപ്പൊക്കെ ഉണ്ടല്ലോ. എന്നാ ഉറപ്പിച്ചോ അതെവിടെന്നെങ്കിലും മോഷ്ടിച്ചതാവും. അതിനകത്തേക്ക് കയറാൻ തന്നെ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല. പിന്നെയാ ആളെ കണ്ടുപിടിക്കുന്നത്. ഭായി, ഞാനൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സഞ്ജീവിന് പറയാൻ ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. സെപ്പറേറ്റഡ്, സിംഗിൾ ആൻഡ് കരിയർ ഫോക്കസ്ഡ്. ആള് വിചാരിച്ച ചിലപ്പോൾ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സർ, Yes? കാർഡ് ഡിക്ലൈൻഡ് ആണ്. എനി അതർ പേയ്മെന്റ് മെത്തേഡ്? അതെന്റെ സുഹൃത്ത് തരും. ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പൊ വരും. കുണുക്കിട്ട കോഫി എന്ന് പറഞ്ഞിട്ടൊരു കോഫി കിട്ടും ഇവിടെ. നല്ല അതാണ്. best സാധനാ. വാ. ഏത്? ആ പോയോര്. അതെ. ഓക്കെ സർ. കുണുക്കിട്ട കോഫി ഒന്ന് ട്രൈ ചെയ്താലോ? ആ കുഴപ്പമില്ല പല ഫ്ലേവറിൽ കിട്ടും. സർ. മെനു വന്നു. സ്നാക്സ് എന്താ വേണ്ടത്? സാറിന് ഇഷ്ടമുള്ള പറഞ്ഞോളൂ സാർ. ഇവിടെ എങ്ങനെയാണോ എന്താ സർ? ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ബില്ലാണോ തരുന്നത്? അല്ല, ആ സാറ് തരാൻ പറഞ്ഞു. സാറ് ആ സാറ്. ഞാൻ ചോദിച്ചിട്ട് വരാം. ഓ ഹലോ സാർ, ഈ 5 ചായയുടെ കാശ് മാത്രം കൊടുത്താൽ മതിയോ അതോ വൈകിട്ട് കഴിക്കാനുള്ള ബിരിയാണിയുടെ കാശും കൂടി ഞാൻ കൊടുക്കണോ? സോറി, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അയാളെന്നാ വിചാരിച്ച്. ഓഹോ ഹോ ഹോ ഹോ, ആള് മാറിയതാണല്ലേ. അപ്പൊ എനിക്കിത് ഇവിടെ വയ്ക്കാലോ? അല്ലെങ്കിലും സതീഷിനെ ഓൺ സൈറ്റ് വിടാൻ പേഴ്സണലി എനിക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. സാം, ആ. കീപ് ദിസ് ബിറ്റ്വീൻ അസ്. ഓക്കെ. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ റവന്യൂ സാമിന് അറിയാലോ. ആ. വി നീഡ് ടു ഹാവ് എ ഫ്യൂ മോർ ആക്റ്റീവ് അക്കൗണ്ട്സ് വെരി ബാഡ്ലി. എൻ്റെ പൊന്ന് ഗാഗ, അല്ല ഗായത്രി, ഞാനതല്ലേ പറഞ്ഞേ, സതീശൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എനിക്ക് പോകാൻ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പോയ ചില ഗുണങ്ങളുണ്ട്. എന്തു ഗുണം? അതെ, എനിക്കൊരു അമ്മാവനുണ്ട്. SFOയിൽ പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുള്ളിയെ ക്യാൻവാസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നോടെ ഇങ്ങോട്ടേക്ക്. ആഹാ, സാമിന് അങ്ങനെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1-2 കേസ് സ്റ്റഡീസ് ഒന്ന് പിച്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ റിജക്റ്റ് ഒന്നും ചെയ്യൊന്നുമില്ല. ഭയങ്കര കക്ഷിയാട്ടോ, പരിചയപ്പെട്ട ആളാ. ഒരുപാട്, ഒരു സകലകലാവല്ലഭൻ, ഓഫ് റോഡിങ്, പിന്നെ സ്കൂബ ഡൈവിംഗ്, ബഞ്ചി ജമ്പിങ്, കരാട്ടെ, കുങ്ഫു, അങ്ങനെ പുള്ളിക്കില്ലാത്ത ഒരു പരിപാടിയും ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു എലഗൻ ക്രോണിക് ബാച്ചിലർ, ഗായത്രിയെ പോലെ തന്നെ. സാറിന് ഓർഡർ കൂടി ഉണ്ട് കേട്ടാ. ആ, ഈ പുള്ളി ഇതുവരെ പോയില്ലേ? കാശ് കിട്ടണമെന്ന് തോന്നണില്ല കേട്ടാ. അയാള് ഫ്രോഡാണെന്നാ തോന്നുന്നേ. കണ്ടിട്ടൊരു ഫ്രോഡാടോ, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. പിന്നെ അല്ലാതെ Tú me tienes en altura, baby, tú me subes temperatura. Yo no quiero perderte, yo no quiero perderte, dame അങ്കിളെ, ഇയാളെന്നെ ഞാനിപ്പം വൈകിപ്പോയി. അയച്ചിട്ടുണ്ട്. പോവാം. അങ്കിൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അങ്കിൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ സാർക്ക് ഇത്ര പൊക്കമില്ലല്ലോ. ആൻറ്റി പൊക്കം കുറവാണല്ലേ. സാമിൻ്റെ ചൂണ്ടയിൽ കുരുങ്ങി ലേഡി ഗാഗ അമേരിക്കയിലെ ഇല്ലാത്ത അമ്മാവനെ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ ഗ്രൗണ്ട് ഒരുങ്ങുന്നത് മറ്റൊരു കളിക്ക് വേണ്ടിയായിരുന്നു. അങ്കിളെ, ഞാനൊന്ന് ഫുഡ് വാങ്ങിയിട്ട് വരാം. അങ്കിൾ ഇവിടെ ഇരിക്കും, 5 മിനിറ്റ്. കുഴിമന്തിയാണ് മേടിച്ചേ. സാധാരണ ഞാൻ ചെസ് പീസിന് അടി ഉണ്ടാക്കാറാ പതിവ്. അങ്ങനെ ആരോ ആർക്കോ വേണ്ടി ഓർഡർ ചെയ്ത ടൈം ബോംബ് ഒപ്പിട്ട് വാങ്ങിച്ച് പപ്പം വീട്ടിലോട്ട് കെട്ടിയെടുത്തപ്പോൾ ഇവിടെ ഓൾറെഡി പൊട്ടാണ്ട് കിടന്ന പടക്കങ്ങൾ വരെ പതുക്കെ ചീറ്റി തുടങ്ങി. മേട്ടാ, ഓ, നമ്മൾ ഈ തപ്പി നടക്കുന്നവൻ നമ്മളോട് തന്നെ ഇല്ലേ എന്നൊരു could you please clarify? നിങ്ങൾക്ക് ആ പപ്പനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ?
ഏതു പപ്പൻ? ആ ഇവിടുത്തെ പപ്പനില്ലേ ഉമ്മാരുടെ കൂടെയുള്ള ആ ഈ തപ്പിട്ട് കിട്ടാൻ സ്ഥിതിക്ക് ചേട്ടനും ഇവരൊക്കെ ഇന്ന് തന്നെ തിരിച്ചു വരിക്കും അല്ലേ? ഇല്ല ഇല്ല ഇല്ല. വന്ന സ്ഥിതിക്ക് കംപ്ലീറ്റ് തപ്പിയിട്ടേ പോകുന്നുള്ളൂ. അവനെ കൈ കിട്ടിയാൽ ഇടിച്ചേറി കയറ്റിയിട്ടേ കൊണ്ടുപോകൂ. ഹലോ ഹലോ എവിടെ എളിയ ബബീഷ് കാറ്ററിംഗ്. എടാ നിനക്കിത് മതിയായില്ലേ? നീ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വാ. അവിടെ ഡൗട്ടൊന്നുമില്ലല്ലോ അവർക്ക്. തമ്പുരാൻ അറിയാം. നീ ഇങ്ങോട്ടോ ശരടാ, പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. ഓ ആശാനെ ആശാനാ? കാര്യമുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാവോന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോ എന്താ? മോളൊരു ഫുള്ളൊരു പിടി ഞങ്ങളോട് വന്നോട്ടെ. പ്രേമ നീ ഇപ്പോഴേ ഫിറ്റാ? ആര് പറഞ്ഞു? ആണ് പ്രേമ. പിന്നെ അല്ല. എന്റെ പപ്പ മേളിൽ ഇരിപ്പുണ്ട്. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. പാപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പപ്പൻ വന്നിട്ടുണ്ടെന്ന്. അതിനിപ്പ എന്നാ? അവന് നമ്മുടെ ബബീഷേന്റെ അതേ ചായ ഇല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അവനാണ് നമ്മൾ അന്വേഷിച്ചൊന്ന് അനിയനെങ്കിലോ? അപ്പോ ബബീഷേട്ടന്റെ അച്ഛൻ ഇവിടെയാണ് സെക്യൂരിറ്റി പണിക്ക് നിന്നത്. കുൽസ്യത്തിന് പറ്റിയ സ്ഥലാടാ. അതൊന്ന് ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് ആദ്യം പോയി നോക്കാം. Come on, ആ, let's go. അവിടെയല്ല അങ്ങോട്ട്. അങ്ങോട്ടാണോ? ആവശ്യടാ വണ്ടി സ്റ്റാർട്ടിങ് കേട്ടോ. ജീവ ആ പപ്പ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ആരും കണ്ടില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ബബീഷേട്ടൻ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അതുപോലെ തന്നെ ബബിതയ്ക്ക് ഒരു ചാളയും മേടിച്ചേക്കാം. മേടിക്കാം. ഓ ലേഡീസ്. ഓ ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. ആ പപ്പൻ ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ പ്രേമൻ, കാടാമ്പള്ളി പ്രേമൻ. ഈ പപ്പൻ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചും കൂടെ പ്രായം കുറവാ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നില്ലേ പപ്പൻ. തകർത്ത്. എന്താ എന്താ ആളെവിടെ? മോശമായി. ആളെവിടെ? ഇതാണോ ബബീഷേട്ടൻ? ഇനി അതാണ്. എന്താണ്? എടാ ഇയാൾക്ക് അയാളുടെ അച്ഛനാണുള്ള പ്രായമില്ലേ? ഇന്നലെ ഒരു അത്രയും പ്രായമില്ലായിരുന്നല്ലോ. എന്നാ ഇപ്പൊ കൂടി. എന്റെ കണ്ണിലെന്താ കുരുവാണ്? അല്ല കോമള. പപ്പ നമ്മളൊരു കടുങ്കൈ ചെയ്യാൻ പോവാ. സാക്ഷാൽ മേച്ചേരി ജോസ് കല്യാണം ഉറപ്പിച്ച മരുമകളെ നമ്മൾ പൊക്കുന്നു. നീ ഞെട്ടി, എനിക്കറിയാം. പേടിക്കണ്ട, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അടുത്ത ആഴ്ച അവളും അവളുടെ ഫാമിലി കൂടിയും മാളിൽ വരുന്നുണ്ട് എന്തോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് മുങ്ങുന്നു, പാർക്കിങ്ങിലെത്തുന്നു, അവിടുന്ന് നേരെ ബാംഗ്ലൂർ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലോ അല്ലേ? ഹേയ് എന്ത് കുഴപ്പം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അല്ലേ? അതെ. ഇതാരാ? നീ ഇങ്ങ് വന്നേ. എന്തിന്? എന്താടാ? മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യുന്ന സത്യം ചെയ്യും. നീ പറ. അളി ആക്ച്വലി ഇതൊരു വള്ളിക്കേസാണ്. ഇങ്ങനെ വിസയും പാസ്പോർട്ടും അടങ്ങുന്ന ബാഗ് അവർ അടിച്ചോണ്ട് പോയി. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ കോഫി ഷോപ്പിൽ വിളിച്ചിരുത്തി. ഇതുവരെ ഓക്കെ അല്ലേ? ഇയാളെ കണ്ടപ്പോൾ ഒരു പൂക്കി ലുക്ക് തോന്നി സെറയുടെ പപ്പയാണെന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് എന്നോട് ക്ഷമിക്കും. ബ്രോ ഹീസ് ക്യൂട്ട്. പപ്പ കല്യാണം പ്രമാണിച്ച് ഇനി ഒരു അറിയിപ്പുണ്ടാവണവരെ ഒരു വള്ളി പിടിക്കാനും ഞാനില്ല. അതുകൊണ്ട് ഈ കണാപ്പൻ ആരെ കാണാൻ വന്നോ അങ്ങോട്ട് നീ ഒറ്റക്കുണ്ടായി. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക്? നീ ഇല്ലാതെ എനിക്കൊന്നും അറിയണ്ട, ഞാൻ ടെൻഷനില്ല. എനിക്ക് രണ്ടടിക്കണം. അളിയ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പൂക്കയ്ക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ ഈ കാശും പാസ്പോർട്ടൊക്കെ അതിനുള്ളായി പോയല്ലേ? ഇവിടെ വേറെ ആരെയും പരിചയമില്ല? പിന്നെ ഒന്നും നോക്കാനില്ല. ഓരോരുത്തർ അടിച്ചു. നല്ല ആശ്വാസം ഉണ്ടോ? എനിക്ക് ചെറിയ ആശ്വാസം വേണേ. എനിക്കൊരാശ്വാസമായി നീയും, നിനക്കൊരാശ്വാസമായി ഞാനും.
നമ്മുടെ ദാമ്പത്യം മനോഹരമാവാൻ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഈ സമ്മാനം എപ്പോഴും കൂടെ കൂട്ടുക. ഹാപ്പി ആനിവേഴ്സറി. വിശ്വസിക്കോ? ഭാവമൊക്കെ ഡയലോഗ് അത്ര നാച്ചുറലാണ്. സുരഭിലം എന്താക്കാം, അപ്പ നാച്ചുറലാണ്. ये तूने क्या किया नंबियार? ഹലോ KKC എന്റർപ്രൈസസ് പറയൂ സാർ. ഇത് വീണ്ടും പൊട്ടിപ്പോയി. അത് പൊട്ടിച്ചാ സാർ? അതൊരു പ്രസ് ഫിറ്റ് പരിപാടിയാണ്. ഞെക്കിയാ മതി. സാർ ശരിയായോ? KKC എന്റർപ്രൈസസിലേക്ക് വിളിച്ചതിന് നന്ദി. മേ ഐ അസിസ്റ്റ് വിത്ത് യു സംതിങ് എൽസ് സാർ? അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ഇതുകൊണ്ട് നടക്കുമോ? അല്ല, നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റും സാർ. ടെക്നിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാനത് പരിഹരിച്ചു തരാം. അല്ലാതെ സാറിൻ്റെ ഭാര്യ ഇത് ഫുൾ ടൈം കൊടുക്കൊണ്ട് നടക്കോ, ഇതുമൂലം സാറിന് സാറിൻ്റെ ഭാര്യ മേലുള്ള സംശയം, ദുർനടപ്പ് അവസാനിക്കോ എന്നൊന്നും ഞാനോ എൻ്റെ ടീമോ ഓരോറൊപ്പം ഒരു കസ്റ്റമറിനും കൊടുക്കാറില്ല സാർ. ബൈ ദ ബൈ, സാറിൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? അതെ, അധികം കളിച്ചാലേ ബ്രൗൺ ഷുഗർ കേസ് മേ അന്തർ ഡാലേ കസാലേ. ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി പൂട്ടിക്കളയും ഞാൻ. KKC എന്റർപ്രൈസിലേക്ക് വിളിച്ചതിന് നന്ദി സാർ. ശുക്രിയ. സംശയരോഗം മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് പക്ക സൈക്കോ. മടുത്തെനിക്ക്. മിക്കവാറും ഞാൻ വല്ലവൻ്റെ കൂടി ഒളിച്ചോടി പോകും. നീ എന്തിനാ വല്ലവൻ്റെ കൂടെ പോന്നെ? കൊച്ചിയിലേക്കല്ലേ പോണേ? അവിടെ നിന്റെ എക്സിരിപ്പില്ലേ? ബെസ്റ്റ്. ആ കാട്ടുകോഴി നിന്റെ പട്ടിക്ക് വേണം. അങ്ങനൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അവനെ മിസ് ചെയ്യുന്നു, ആ ലൈഫ് മിസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. അതൊക്കെ ഒരു കാലം. വളരെ വൈബ്. നീ വന്നിട്ട് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താ? സ്ട്രെച്ചിങ് രാവിലെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന്. ഇപ്പൊ ഓക്കെ. മനസ്സിലായി. ക്ലോസ് യുവർ ഐസ്. എന്തിന്? വേണ്ട. ഹാപ്പി ആനിവേഴ്സറി. ഓപ്പൺ. നമ്മുടെ ദാമ്പത്യം എന്താ? ഇത് ബാഗിൽ വെച്ചോ. നല്ലതാ, ബാഗ് തന്നെ വെക്കണം, അപ്പോഴാ നല്ലത്. യു നോ, ഫോർ അവർ പ്രോസ്പെരിറ്റി. പ്യാർ കെ ലിയേ. ഞാൻ വെക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ എന്തെങ്കിലും? പിന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്. ആരാന്ന് നോക്കാൻ പറഞ്ഞു. ആര്? അവര്. ആരാ? പത്താനഹിയ. അതാരി? ഞാനാടാ പത്താനഹി. നീയാണോ പത്താനഹി? ഞാൻ തന്നെയാണ് പത്താനോ. ഇതാരാണത്? ഇയാളെന്റെ ലുങ്കിയാണോ എടുത്തേക്കണേ? ഇത് ഇവന്റെ അകന്നൊരു ബന്ധുവാ. പേര് മസ്താംബായി. അതേത് ബന്ധു? അതാരാ? നിനക്ക് ഞാൻ അറിഞ്ഞൂടാത്ത ബന്ധു ആരത്? അത് സാറയുടെ പപ്പയാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കോഫി ഷോപ്പിൽ നിന്ന് ആള് മാറി വിളിച്ചിട്ട് വന്ന പുതിയ മെമ്പറാ. മെസ്സി ഫാനാ. എടാ, നിനക്കൊന്നും വേറെ പണിയില്ലേ? ആ താഴെയുള്ള വേട്ടാവളയന്മാരെ പറഞ്ഞുവിടാൻ തന്നെ ഒന്ന് കഷ്ടപ്പാടാണ്. അപ്പോഴാണ് പുതിയ അഡ്മിഷൻ. മിസ്റ്റർ യേശുക്രിസ്തു, ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ ഒന്നും പുതിയ എടുക്കണില്ല. പോയിട്ട് അടുത്ത വർഷം വാ. ഓക്കെ?